ഞാനൊരു റിട്ടയർഡ് അധ്യാപികയാണ്. 2010-2011 സംസ്ഥാന അവാർഡ് ജേതാവാണ്. അതേപോലെ തന്നെ എൻ്റെ ഭർത്താവ് തൃശ്ശൂർ സെന്റ് തോമസ് കോളേജിൽ പ്രൊഫസറായിരുന്നു. അദ്ദേഹത്തിന് UGCയുടെ എമിറിറ്റസ് ഫെലോഷിപ്പ് കിട്ടി. എൻ്റെ മക്കൾ രണ്ടുപേരും പഠിച്ച് നല്ല ഉദ്യോഗസ്ഥരായി, രണ്ടുപേരും എഞ്ചിനീയർമാരായി നല്ല നിലയിൽ ജീവിക്കണം. അപ്പോൾ അതിനൊക്കെ എങ്ങനെ ഇത്രയും ഞാൻ ഒത്തിരി പഠിച്ചു. MSc സൈക്കോളജി, BSc നാച്ചുറോപ്പതി, MSc നാച്ചുറോപ്പതി, MSc യോഗ ആൻഡ് മെഡിറ്റേഷൻ, പിന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ഇൻ യോഗ ആൻഡ് മെഡിറ്റേഷൻ, അതുപോലെ തന്നെ യോഗ തെറാപ്പി, പിന്നെ ഒരു MG യൂണിവേഴ്സിറ്റിയുടെ യോഗ DNYT ഡിപ്ലോമ ഇൻ യോഗ ആൻഡ് നാച്ചുറോപ്പതി, അതുപോലെ ഞാൻ കൗൺസിലിംഗ് കോഴ്സ് അങ്ങനെ പഠിക്കാത്തതൊന്നുമില്ല. ഇതൊക്കെ പഠിക്കാനായിട്ട് എനിക്കുണ്ടായ സാഹചര്യവും എൻ്റെ മക്കളെ ഞാൻ ഞങ്ങളെ വളർത്തി വളരെ നിസ്സാരമായ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ നിന്ന്, ഒരു സീറോയിൽ നിന്ന് ഞങ്ങൾ ഇത്രയും ടോപ്പിൽ, ഞങ്ങൾ രണ്ടുപേരും ഒരേ കുടുംബ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്നവരും, അതുപോലെ തന്നെ കഠിനാധ്വാനം മാത്രം, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ജീവിതം, അതാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഒരേപോലെ ഉയരങ്ങളിലേക്ക് എത്താനായിട്ട് സാധിച്ചത്. അതെങ്ങനെയാണ് എന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് ഈ വീഡിയോ. 3 വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അത് കേട്ട് അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിലേക്ക് പകർത്താൻ പറ്റുമെങ്കിൽ പകർത്തി ഒരു സന്തുഷ്ടമായ ജീവിതം, ഒരു ടെൻഷനും ഇല്ലാണ്ട് ഞങ്ങൾ ഇപ്പം ചേട്ടൻ മരിച്ചിട്ട് 7 വർഷമായി, ഒരു ടെൻഷനും ഇല്ലാണ്ട് ജീവിച്ചു. അപ്പോൾ അതിനൊക്കെ കാരണമാക്കിയത് ഇത്രയൊക്കെ നേടണമെങ്കിൽ ഒരു കുടുംബ പശ്ചാത്തലം, അതിനല്ലാതെ ഒരു 5-6 ബുക്കുകളൊക്കെ എഴുതാനും 96 PhD എടുക്കാനും ഇതൊക്കെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു കുടുംബ പശ്ചാത്തലം ഉണ്ടാവണം. അതുപോലെ തന്നെ എനിക്കും ഒപ്പം ഉയരാനായിട്ട് പറ്റണമെങ്കിൽ അതിന് കാരണമാക്കിയ കാരണങ്ങളും, അങ്ങനെ ആഗ്രഹിച്ചു നടക്കുന്നവർക്ക് എവിടെയാണ് ഒരു മോഡൽ, എങ്ങനെ ആരിൽ നിന്ന് പഠിക്കും എന്ന് ചിന്തിച്ചു നടക്കുന്ന ഏതെങ്കിലും വിദ്യാർത്ഥികളോ ഏതെങ്കിലും വ്യക്തികളോ ഉണ്ടെങ്കിൽ അവർക്കൊരു സഹായകമാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ 3 വീഡിയോ പരമ്പര. എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 7ാം വർഷത്തിൽ ഞാൻ ഇത് ജനസമക്ഷം വയ്ക്കാമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് എല്ലാവർക്കും ഒരു മോഡലാക്കാൻ പറ്റിയതാണെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അതുപോലെ നിങ്ങൾക്കും ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ പരമ്പര ചെയ്യുന്നു. നന്ദി, നമസ്കാരം.